പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ പെരുമാറ്റം, നടപടികൾ, നയതന്ത്രം ഒക്കെ പേൽഗാം ആക്രമണത്തിന് ശേഷം മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ പല നീക്കങ്ങളും പാകിസ്ഥാനെ ഞെട്ടിച്ചു. ഇപ്പോഴും പാകിസ്ഥാന് ഭീതി ഒഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ അടുത്തൊരു ജല നയതന്ത്രം വരികയാണ്. ജമ്മു കാശ്മീരിലെ സവൽകോട്ട് ജലവൈദ്യുത പദ്ധതി 1960കളിൽ വിഭാവനം ചെയ്തതും പതിറ്റാണ്ടുകളുടെ നിയമ, പാരിസ്ഥിതിക, രാഷ്ട്രീയ കാരണങ്ങളാൽ തടസ്സം നേരിട്ടതുമായ ഈ ഒരു പദ്ധതി, ഈ വൈകിയ പദ്ധതി റംബാൻ ജില്ലയിലെ സിദ്ധു ഗ്രാമത്തിനടുത്താണ് വരുന്നത്. ഈ പദ്ധതിയിലേക്കാണ് എല്ലാ കണ്ണുകളും. ഇന്ത്യയുടെ പുതിയ നീക്കം പാകിസ്ഥാനെ ആശങ്കയിലാക്കുമോ? ഇന്ത്യൻ സർക്കാർ ജമ്മു കാശ്മീരിലെ കേന്ദ്രഭരണ പ്രദേശമായ റംബാൻ ജില്ലയിലെ സിദ്ധു ഗ്രാമത്തിന് സമീപം ചെനാബ് നദിയിൽ സവൽകോട്ട് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് അന്താരാഷ്ട്ര ടെൻഡറുകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്നത്. 1856 മെഗാവാട്ട് ശേഷിയുള്ള ഈ മെഗാ പ്രോജക്ട് ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിലെ സിദ്ധു ഗ്രാമത്തിലാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ നീക്കം പാകിസ്ഥാനുമായി നിലനിന്നിരുന്ന ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ച പശ്ചാത്തലത്തിലാണ് വരുന്നത്. ഇന്ത്യയുടെ ഈ ഒരു പുതിയ നീക്കം പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കുമെന്നും ഈ ഒരു പദ്ധതിയുടെ പ്രാധാന്യം എന്താണെന്നും വിശദമായി പരിശോധിക്കാം. സവൽകോട്ട് പദ്ധതി ഇന്ത്യയുടെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ്. 1960കളിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് ഈ ഒരു പദ്ധതി ആദ്യമായി വിഭാവനം ചെയ്തത്. 1962, 63, 1970, 71 വർഷങ്ങളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഒരു പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ വെല്ലുവിളികൾ, ഭരണപരമായ തടസ്സങ്ങൾ, നിയമപരമായ തർക്കങ്ങൾ എന്നിവ കാരണം പതിറ്റാണ്ടുകളായി ഈ പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഈ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 1 ഡസനിലധികം ഗ്രാമങ്ങളിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. റംബാനിലെ സൈനിക ക്യാമ്പും മാറ്റിസ്ഥാപിക്കേണ്ടി വരും. ഇനി സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ഈ പദ്ധതിക്കെതിരെ പാകിസ്ഥാൻ മുൻപ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതുമാണ്. 1985 നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനെ NHPCയെ പദ്ധതി ഏൽപ്പിച്ചെങ്കിലും പിന്നീട് ജമ്മു കാശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറുകയായിരുന്നു. 2021 വീണ്ടും NHPCക്ക് തന്നെ പദ്ധതിയുടെ ചുമതല നൽകി. ഇപ്പോൾ NHPC 200 കോടി രൂപയുടെ ആദ്യ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് പദ്ധതിയുടെ രൂപകൽപ്പന, എഞ്ചിനീയറിംഗ് ജോലികൾ എന്നിവയ്ക്കാണ്. സെപ്റ്റംബർ 10 വരെയാണ് ബിഡ് സമർപ്പിക്കാനുള്ള അവസാന തീയതി. നിർമ്മാണ ജോലികൾക്കുള്ള മറ്റു ടെൻഡറുകൾ അടുത്ത മാസങ്ങളിൽ ക്ഷണിക്കും. 1856 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പദ്ധതിയിൽ 9 ടർബൈനുകളും ഒരു അണ്ടർഗ്രൗണ്ട് ഭൂഗർഭ പവർ സ്റ്റേഷനും ഉണ്ടാകും. 192.5 മീറ്റർ ഉയരമുള്ള ഒരു കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമും ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും. ഇത് പ്രതിവർഷം ഏകദേശം 80,000 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി ഇത് മാറും. ഇനി വർഷങ്ങൾ നീണ്ട കാലതാമസം കാരണം പദ്ധതിയുടെ ചെലവ് 8,000 കോടി രൂപയിൽ നിന്ന് 22,000 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇത് 30,000 കോടി രൂപ കവിയാൻ സാധ്യതയുണ്ടെന്നും ചിലർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ പദ്ധതിയെ ദേശീയ പ്രാധാന്യമുള്ള ഒന്നായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചു. ഇത് NHPCക്ക് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ കൂടുതൽ അധികാരം നൽകും. പാകൽതുൾ, കിരു തുടങ്ങിയ മറ്റ് 5 പദ്ധതികളും കേന്ദ്ര സർക്കാർ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പദ്ധതികളൊക്കെ പൂർത്തിയാകുമ്പോൾ ജമ്മു കാശ്മീരിന് 5000 മെഗാവാട്ടിലധികം വൈദ്യുതി ലഭിക്കും. ഇത് രാജ്യത്തിന്റെ മൊത്തം ഊർജ്ജ സംവിധാനത്തിന് കരുത്ത് നൽകും. ഇനി ഇന്ത്യയുടെ ഈ ഒരു നീക്കം പാകിസ്ഥാനെ എങ്ങനെയാകും ബാധിക്കുന്നത്? ശരിക്കും ഈ ഒരു പദ്ധതിയെ ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധത്തിന്റെ വിശാലമായ പശ്ചാത്തലത്തിൽ വേണം വിലയിരുത്താൻ. ഈ വർഷം ഏപ്രിലിൽ നടന്ന പേൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നാലെയാണ് ഇങ്ങനൊരു നീക്കം വരുന്നത്. 1960-ൽ ലോകബാങ്കിന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചതാണ് സിന്ധു നദീജല ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ബിയാസ്, രവി, സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കായിരിക്കും. അതേസമയം സിന്ധു, ചെനാബ്, ഝലം എന്നീ പടിഞ്ഞാറൻ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമായിരിക്കും. എന്നാൽ ഈ പടിഞ്ഞാറൻ നദികളിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും മറ്റും ഇന്ത്യക്ക് അനുമതിയുണ്ടായിരുന്നു. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ ഉടമ്പടിയെ ഏകപക്ഷീയമായ ഒന്നാണെന്നാണ് അടുത്തിടെ വിമർശിച്ചിരുന്നത്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞതും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ ഉടമ്പടി ഒപ്പിട്ടത് പാകിസ്ഥാനോട് വളരെയധികം ഉദാരത കാണിച്ചുകൊണ്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ത്യ ചെനാബ് നദിയുടെ ജലം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന ചെനാബ് നദി വർഷം മുഴുവനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുയോജ്യമാണ്. ഈ നീക്കങ്ങൾ പാകിസ്ഥാന്റെ ജല ഊർജ്ജ പ്രതിസന്ധികളെ കൂടുതൽ വഷളാക്കുമെന്നും ഇത് ഇന്ത്യ പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയുടെ ഈ ഒരു നടപടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്.